2023 ആപ്പിൾ റിലീസ് ചെയ്ത ആപ്പിൾ വാച്ച് സീരീസ് 9ഉം അതേപോലെ അൾട്രാ 2ഉം ആപ്പിൾ ഇതേ വിഡ്രോ ചെയ്യുകയാണ്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഇനി മുതൽ റീറ്റെയിൽ സ്റ്റോറിലും ആപ്പിൾ ഈ രണ്ട് ഡിവൈസും വിൽക്കുന്നതായിരിക്കില്ല. ഇതിന് സോളിഡായ റീസൺ ഉണ്ട്. വലിയൊരു ബാൻ ആപ്പിളിനെതിരെ വന്നിരിക്കുകയാണ് US എന്നുള്ള കമ്പനിയിൽ. ഇതൊരു ക്ലിക്ക് ബൈന് വേണ്ടി വെച്ച ഒരു വീഡിയോ അല്ല, ഇതൊരു കറക്റ്റായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എത്തിക്കാൻ, ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. സോ ഇതേപോലുള്ള ആപ്പിൾ അപ്ഡേറ്റ്സും കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. സോ ദിസ് ഇസ് യുബിൻ സേവിയർ ഫ്രം എവിക്ക. നമ്മുടെ ആപ്പിളിന് ഇപ്പോൾ വന്നിരുന്ന ഏറ്റവും വലിയ തലവൻ അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനി ആയിട്ടുള്ള മാക്സിമോ എന്നുള്ള കമ്പനി ആപ്പിളിനെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. ആ ഒരു കേസ് ഇപ്പോഴൊന്നും കൊടുത്തല്ല, ആപ്പിൾ വാച്ച് സീരീസ് 7 റിലീസ് ചെയ്ത സമയത്ത് തൊട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്രിയേഷൻ സമയത്ത് തൊട്ട് തന്നെ ആപ്പിളിനെതിരെ ഈ ഒരു മാക്സിമോ എന്ന കമ്പനി കേസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞ കേസ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ പറഞ്ഞ കേസ് എന്ന് വെച്ചാൽ, മാക്സിമോ എന്ന് പറയുന്ന ഒരു കമ്പനി അത് ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് ക്രിയേറ്റിംഗ് കമ്പനിയാണ്. ആ ഒരു കമ്പനിയായിട്ട് ആപ്പിൾ ഒരു കൊളാബ് വെച്ചു. ഈ ഒരു കൊളാബ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കമ്പനി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബ്ലഡ് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു സെൻസേഴ്സിലാണ്, അല്ലെങ്കിൽ ബ്ലഡ് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സിലാണ്. ഈ ഒരു ഫീച്ചർ ആപ്പിൾ ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്തത് അല്ലെങ്കിൽ ക്ലിക്കാകാൻ തുടങ്ങിയത് ഈ പറഞ്ഞ കോവിഡ് സമയത്തായിരുന്നു. കോവിഡ് സമയത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരുന്നു പൾസ് ഓക്സിമെട്രി എന്ന് പറയുന്നത്. നമ്മുടെ വിരലിൽ ഈ ഒരു ഡിവൈസ് വെച്ച് നമ്മുടെ രക്തത്തിൻ്റെ ആ ഒരു ബ്ലഡിൻ്റെ അളവ് അല്ലെങ്കിൽ ആ ബ്ലഡിൻ്റെ എമൗണ്ട് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു പൾസ് ഓക്സിമെട്രി എന്നാണ് ആ ഒരു ഫുൾ വലിയ മെഷീൻ നമ്മുടെ ചെറിയ ആപ്പിൾ വാച്ചിലേക്ക് ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു മാക്സിമോ എന്ന കമ്പനിയായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആപ്പിൾ ഈ പറയുന്ന സെൻസേഴ്സ് വിപണിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാക്സിമോ കമ്പനി പറയുന്നതനുസരിച്ച് ആ ഒരു കമ്പനിയുടെ ഏറ്റവും ട്രേഡ് സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു ബ്ലഡ് ഓക്സിജൻ പേറ്റൻറ്റ് ആപ്പിൾ മിസ്യൂസ് ചെയ്തു, തെഫ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിൾ വാച്ചിനെതിരെ ആ ഒരു കമ്പനി ഇപ്പോൾ ഒരു സ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ ലോസൂട്ട് ഫയൽ ചെയ്തിട്ട് നമ്മുടെ ഈ പറഞ്ഞ ITC, അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഫൗണ്ടേഷൻ ആപ്പിളിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്ത് അത് ആ ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാക്സിമം കമ്പനിയാണ് കറക്റ്റ് എന്ന് പറഞ്ഞ നിയമത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ ഈ പറയുന്ന 2021 റിലീസ് ചെയ്ത ആപ്പിൾ വാച്ച് സീരീസ് 9ഉം അൾട്രാ 2ഉം വിഡ്രോ ചെയ്യുന്നത്. ഇനി ആപ്പിളിന് മുമ്പിൽ കുറച്ചധികം പോസിബിലിറ്റീസ് അല്ലെങ്കിൽ കുറച്ചധികം വഴികളുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ സാംസങ് ആയിട്ട് ആപ്പിളിന് ഇതേപോലെ ഒരു പേറ്റൻറ്റ് ഇഷ്യൂ വന്നു. എനിക്ക് തോന്നുന്നത് iPhone 4ഉം അതേപോലെ 3G ഐപാഡൊക്കെ ഇറങ്ങിയ ആ ഒരു സമയത്ത് ആപ്പിളിൻ്റെയും ഈ പറഞ്ഞ സാംസങ്ങിൻ്റെയും പേറ്റൻറ്റ് ഇഷ്യൂ കുറച്ച് വന്നു. ആ ഒരു സമയത്ത് പ്രസിഡൻ്റ് ആയിട്ടിരുന്ന ഒബാമ അതേപോലെ റൂളിങ് കാര്യങ്ങളും ചെയ്ത് പ്രസിഡൻറ്റിൻ്റെ ആ ഒരു അല്ലെങ്കിൽ അവർക്കൊരു ചെറിയൊരു എന്താ പറയുക ക്രൂ ഉണ്ടാവും. ആ ഒരു ആൾക്കാരായിട്ട് നമ്മൾ സമീപിച്ച് ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് കുറേയധികം കാര്യങ്ങളും അതേപോലെ വേണ്ട പൊട്ടൻഷ്യൽ നീഡ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആപ്പിൾ ഈ പറഞ്ഞ കേസ് വിജയിക്കുകയായിരുന്നു. അതേപോലെ ഇപ്പോൾ പ്രസിഡൻ്റായിരിക്കുന്ന ബൈഡൻ്റെ ആ ഒരു പ്രസിഡൻ്റ് ക്രൂ ആയിട്ട് അല്ലെങ്കിൽ അവരായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രസിഡൻ്റായിട്ട് കുറച്ചധികം കാര്യങ്ങൾ നടത്തി നമ്മുടെ ഈ പറയുന്ന ഈ ഒരു മാക്സിമോ എന്ന കമ്പനിയുടെ സൈഡിലേക്ക് നമുക്ക് റൂളിംഗ് കൊണ്ടുവരാനാണ് ആപ്പിൾ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ആപ്പിളിനുണ്ടാകുന്ന രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ, ആപ്പിളിന് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ഈ പറയുന്ന ബ്ലഡ് ഓക്സിജൻ ഫീച്ചേഴ്സ് മാറ്റാൻ പറ്റും. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആപ്പിൾ ഈ അടുത്ത് തന്നെ iOS 17.2.1ഉം watchOS 10.2.1 എന്ന അപ്ഡേഷൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞ അപ്ഡേഷൻ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ ഈ പറയുന്ന ബ്ലഡ് ഓക്സിജൻ എന്ന് പറഞ്ഞ ഫീച്ചർ ആപ്പിളിനാണെങ്കിൽ റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫേംവെയർ ഉപയോഗിച്ചുകൊണ്ട് ആ ബ്ലഡ് ഓക്സിജൻ്റെ ആപ്പ് നമ്മുടെ ഈ പറഞ്ഞ ഐഫോണിൽ നിന്നും വാച്ചിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയാൻ പറ്റും. പക്ഷേ അങ്ങനെ എടുത്തു കളയുകയാണെങ്കിൽ
ആപ്പിൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതിനെക്കാട്ടും വലിയൊരു പ്രശ്നം അതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നടപടി എടുക്കാനുള്ള ചാൻസ് ഭയങ്കര ലിറ്ററലി കുറവാണ്. പക്ഷേ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആപ്പിളിന് ഇപ്പോൾ കാണുന്നതിനെക്കാട്ടും വലിയൊരു ലോ സൂട്ട് ഫയൽ ചെയ്യും ആൾക്കാർ. കാരണം ആപ്പിളിൻ്റെ വാച്ച് സീരീസ് 7, 8, 9 ഈ പറഞ്ഞ എല്ലാ സീരീസിലും ആപ്പിൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഫങ്ഷണാലിറ്റിയാണ് ഈ പറഞ്ഞ ബ്ലഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. ആ ഒരു ഫീച്ചറും കൂടെ അനുഭവിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രമാത്രം ക്യാഷ് കൊടുത്ത് ഓരോ യൂസറും ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പിൾ വാച്ചിന് പെട്ടെന്ന് സോഫ്റ്റ്വെയർ വഴി ഈ ഒരു ഫീച്ചർ എടുത്ത് മാറ്റുകയാണെങ്കിൽ ആൾക്കാർക്ക് സ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിളിനെതിരെ വരുന്നതായിരിക്കും. മാക്സിമോ എന്ന് പറഞ്ഞ കമ്പനി ഈ പറഞ്ഞ ആപ്പിളിൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു കോമ്പൻസേഷനാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ഈ ഒരു മാക്സിമോ എന്ന് പറഞ്ഞ കമ്പനി ആയിട്ടുള്ള ആ ഒരു റൂളിങ്ങും പ്രശ്നങ്ങളും മാറ്റിയാൽ മാത്രമാണ് ഇനി ആപ്പിൾ വാച്ചിൽ ഇതേപോലെ ആപ്പിളിൻ്റെ ഈ പറയുന്ന ബ്ലഡ് ഓക്സിജൻ ഫീച്ചറോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വാച്ചിൽ ഈ പറഞ്ഞ ബ്ലഡ് ഓക്സിജൻ ഫീച്ചർ ആപ്പിളിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഇത്രയും വലിയൊരു കമ്പനി ഇപ്പോഴും വേറെ കുറേ ചെറിയ ചെറിയ കമ്പനികളിൽ നടന്നാണ് ടെക്നോളജി എടുക്കുന്നത്. ഒരു കമ്പനിയും, അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്പനി, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ആപ്പിൾ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, വേറെ ഏത് കമ്പനി ആയാലും ആ ഒരു കമ്പനി തന്നെ ആയിരിക്കില്ല പല മൾട്ടിപ്പിൾ ഫങ്ഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത്. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ വാങ്ങിച്ച് അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്താണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ ഐഫോൺ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആപ്പിൾ വാച്ചൊക്കെ റിലീസാകുന്ന സമയത്തിന് മുമ്പ് ലീക്സ് ആൻഡ് റൂമേഴ്സ് കിട്ടുന്നത് വെച്ചാൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ലീക്ക് ചെയ്ത് തന്നെ കൊണ്ടാണ്. കാരണം ഇതേപോലെ മാക്സിമോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ഒരു ഗാഡ്ജറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സസറി ഫീച്ചറോ ആപ്പിൾ വാങ്ങിക്കും. ഈ പറയുന്ന ആൾക്കാർ വാങ്ങിക്കുന്ന സമയത്ത് എന്തിനാണ് എന്ന് മനസ്സിലാക്കിയാണ് നമുക്ക് ലീക്സ് ആൻഡ് റൂമേഴ്സ് ലഭിക്കുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് ഓരോ കമ്പനികളും അവരുടെ പ്രൊഡക്റ്റ് ഈ പറഞ്ഞ മാർക്കറ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആപ്പിളിനെ മാത്രമല്ല എല്ലാ കമ്പനികളും ഇങ്ങനെയാണ്. പക്ഷേ ആപ്പിൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു പ്രശ്നം ഭയങ്കര വൾഗറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ തോട്ട് എന്താണെന്ന് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്തെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ നല്ല ഇൻഫർമേഷനാണ് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതേപോലുള്ള ആപ്പിൾ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞാൻ നിങ്ങളെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് തൊട്ട് താഴെ കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Jebin Xavier signing from Ebica.